നമ്മളൊരു വീട് പണിയുമ്പോൾ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആദ്യം പ്ലാൻ വരയ്ക്കും, പിന്നെ അടിത്തറ, തറ പണിയും, പിന്നീടാണ് മറ്റു വർക്കുകൾ, മറ്റു കാര്യങ്ങൾ. ഇതുപോലെ ജീവിതയാത്രയിൽ, ദൈവത്തോടുള്ള യാത്രയിൽ ദൈവം നൽകിയ അടിത്തറയാണ്, പ്ലാനാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാരുടെ എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇതാണ് അടിത്തറ. വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, സ്നേഹത്തിൽ അടിത്തറ പണിയണം ജീവിതത്തിൽ. ഇനി ഈ വിശ്വാസവും പ്രത്യാശവും സ്നേഹവും ഇത് പൂർണ്ണത പ്രാപിക്കുന്നത്, ഇതിന് രുചി വരുത്തുന്നത് വേറെ പുണ്യം ചേരുമ്പോഴാണ്. ഈ പുണ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്താ വിഷയം ഏതാണ്? ഈ പുണ്യം. നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി, വിഭവങ്ങൾ ഉണ്ടാക്കി, പലഹാരങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഇത് ഉപ്പോ, എരിവോ, പുളിയോ, മധുരമോ, പഞ്ചസാരയോ ഇല്ലെങ്കിൽ ഇത് എന്തിനു കൊള്ളാം? കൂടിയാലും കുഴപ്പമാണ്. എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതിന് രുചി നൽകുന്നത്, ഇതുപോലെ ഉപ്പും പുളിയും എരിവും പഞ്ചസാര പോലെ രുചി നൽകുന്ന ഈ പുണ്യം ഈ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ചേർക്കണം. എത്രത്തോളം ചേർത്താലും അത് ഓവറാവില്ല, രുചി കൂടി വരും. വിശ്വാസത്തിന് ശക്തി വർദ്ധിക്കും, പ്രത്യാശയുടെ ശക്തി വർദ്ധിക്കും, സ്നേഹത്തിന്റെ ശക്തി വർദ്ധിക്കും. ഈ പുണ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഏതാണ് ഈ പുണ്യം? വിശുദ്ധി. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ജോഷുവ പ്രവചന പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ജോഷുവ പറയുകയാണ്, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളെ പിതാവിന്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി വിശുദ്ധിയിൽ ഉറപ്പിക്കട്ടെ. വിശുദ്ധിയിൽ ഉറപ്പിക്കുകയാണ്. സ്വർഗം മുഴുവൻ പരിശുദ്ധിയാണ്.